നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന പെണ്ണുങ്ങൾ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുകയാണ്. ആശമാരുടെ സമരം അനാവശ്യമാണ്, ഇതിന് പിന്നിൽ ഒരു ലോബിയുണ്ട്. ആരൊക്കെയോ അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. CITU-വും CPM-ഉം ചേർന്ന് ആശാവർക്കർമാരുടെ സമരം പൊളിക്കുന്നതിനു വേണ്ടി തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗായിരുന്നു ഇത്. മുഖ്യമന്ത്രി പിണറായി വിജയനോ വകുപ്പ് മന്ത്രി വീണ ജോർജോ പോലും സെക്രട്ടേറിയറ്റിൽ സമരം ആശമാർക്ക് അടുപ്പിച്ചിട്ടും ആ വഴിക്ക് പോയില്ല. ആ വഴിക്ക് പോകാതിരുന്നതിന്റെ 8ന്റെ പണിയാണ് ഇപ്പോൾ വീണ ജോർജിനും മുഖ്യമന്ത്രിക്കും കിട്ടിയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം അത്ര നിസ്സാരമല്ല, അവർ ഓലപ്പാമ്പ് കാണിച്ച് ഭയപ്പെടുത്തിയതുമല്ല. നല്ല ഒന്നാം തരം അടിയാണ് ആശാവർക്കർമാർ സമരം നടത്തിയതോടുകൂടി ഇപ്പോൾ CPM-ന് കിട്ടിയിരിക്കുന്നത്, അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ. ആശമാർക്ക് പ്രതിമാസം 7000 രൂപ അധിക സഹായം നൽകുമെന്ന് BJP ഭരിക്കുന്ന മുത്തോലി പഞ്ചായത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബജറ്റിലാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുറമെയാണ് സഹായമായി തുക നൽകുക. ഒരു വർഷം ഒരാശയ്ക്ക് 84,000 രൂപ അധികമായി ലഭിക്കും. ഇതിനായി 12 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി ആകെ 13 ആശമാരാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. ഫലത്തിൽ ആശാവർക്കർമാർക്ക് മുത്തോലിയിൽ പ്രതിമാസം 20,000 രൂപയിൽ അധികം കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF ഭരിക്കുന്ന ചില പഞ്ചായത്തുകളും ആശാവർക്കർമാർക്ക് സഹായം കൂട്ടിയിരുന്നു. ആ പഞ്ചായത്തുകൾ 2,000 രൂപ വരെയാണ് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ BJP ഭരണത്തിലുള്ള മുത്തോലിയിൽ സഹായം 7,000 രൂപയാകുന്നു എന്നതാണ് ശ്രദ്ധേയം. സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ തുക നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി അറിയിച്ചു. ആശാവർക്കർമാർക്ക് മാത്രമായി ബജറ്റിൽ മാറ്റിവെച്ചത് 12 ലക്ഷം രൂപയാണ്. ഒരു വർഷം ആശാപ്രവർത്തകർക്ക് അധികമായി 84,000 രൂപ ലഭിക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശാവർക്കർമാർക്കായി അധിക ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും തുക വകയിരുത്തിയതും പ്രതിമാസം ഏറ്റവും അധിക തുക നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മുത്തോലി ഗ്രാമപഞ്ചായത്താണ് എന്നതാണ് പ്രത്യേകത. ഇത് CPM-ന് വലിയ തിരിച്ചടിയാണ്. കാരണം CPM-ന്റെ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു 7,000 രൂപയിൽ നിന്നും 10,000 രൂപ ഉയർത്തും എന്നുള്ളത്. എന്നാൽ അതിന്റെ 7 അയലത്ത് പോലും എത്താൻ CPM ഭരണത്തിലേറിയപ്പോൾ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല. പൊള്ളയായ വാഗ്ദാനങ്ങളാണ് പിണറായി കൊടുത്തത് എന്നാണ് ഇപ്പോൾ ആരോപണവും ആക്ഷേപവും വരുന്നത്. ഇതുമാത്രമല്ല, വീണ ജോർജ് മുഖ്യമന്ത്രിയെ താങ്ങി ആശമാർക്കെതിരെ തിരിഞ്ഞതും ആശമാരെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചതുമൊക്കെ ആശാവർക്കർമാരിൽ വലിയ രീതിയിലുള്ള പ്രകോപനവും രോഷവും ആളിക്കത്തിച്ചിട്ടുണ്ട്. വീണ ജോർജിനുള്ള മറുപടിയും ഉടൻ കിട്ടും എന്നുള്ളതാണ് ഇനി എടുത്തു പറയേണ്ടത്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന പഞ്ചായത്ത് CPM-ന്റെ നട്ടലൊടിക്കുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും ആശാവർക്കർമാർക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭ ഓരോ ആശാവർക്കർക്കും പ്രതിവർഷം 12,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മാസം 1,000 രൂപ തോതിലാണ് തുക നൽകുക എന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മുത്തോലിയിലേത് സമാനതകളില്ലാത്ത ഉയർത്തലായിപ്പോയി. ഇനി മിക്ക പഞ്ചായത്തുകൾക്കും ഈ മാതൃക സ്വീകരിക്കേണ്ടി വരും. അതിനിടെ UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയും ആശാവർക്കർമാർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. മാസം തോറും 2,100 രൂപ വീതം നൽകുമെന്നാണ് പ്രഖ്യാപനം. ആകെ 30 ആശമാരാണ് നഗരസഭയിലുള്ളത്. ഇവർക്ക് മാസം 63,000 രൂപയാണ് നഗരസഭ നീക്കിവെക്കുക. 7,56,000 രൂപയാണ് വർഷം ഇതിലൂടെ നഗരസഭയ്ക്കുണ്ടാകുന്ന അധിക ബാധ്യത. ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരം നീണ്ടുപോകുന്നതിനിടെ സർക്കാരിനെ വെട്ടിലാക്കാനാണ് BJP-യുടെ ഈ നീക്കം. കോൺഗ്രസും ഇതേ മാതൃകയിൽ ഇനി തുക കൂട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഇടുത്തി വീഴുന്നത് CPM-നിട്ടാണ്. പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും മറ്റ് സമാന തൊഴിൽ ചെയ്യുന്നവർക്കും ഓണറേറിയവും ഇൻസെന്റീവും നൽകണമെന്ന് നിർദ്ദേശിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന KPCC-ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഏതാനും പഞ്ചായത്തുകൾ ആശാവർക്കർമാരുടെ ഓണറേറിയം 2,000 രൂപ വീതം കൂട്ടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ ബഹുഭൂരിഭാഗം പഞ്ചായത്തുകളും ഭരിക്കുന്ന CPM ഇത്തരത്തിൽ പണം കൂട്ടി നൽകുന്നില്ല. ഫലത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും ആശമാർക്ക് പലതരത്തിലാകും ഇനി ഓണറേറിയം കിട്ടുക.
കേരളത്തിലെ ആശാ സമരം ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ ആശാവർക്കർമാരുടെ ഓണറേറിയം 18,000 രൂപയായി ഉയർത്താൻ പുതുച്ചേരി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയവേ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയാണ് പ്രതിഫലം ഉയർത്തണമെന്ന ആശമാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചതായി അറിയിച്ചത്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ ആശമാർക്ക് നിലവിൽ 10,000 രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത്. അതിൽ 7,000 രൂപ സംസ്ഥാനം നൽകുന്നതാണ്. 3,000 രൂപയാണ് കേന്ദ്ര വിഹിതം. ഇൻസെന്റീവ് ഇതിന് പുറമെയാണ്. സംസ്ഥാനത്ത് 328 ആശാവർക്കർമാരാണ് ഉള്ളത്. കേന്ദ്രാനുമതി ലഭിച്ചാൽ 305 പേരെ കൂടി നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓണറേറിയം 18,000 ആകുന്നതോടെ 2.88 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വർഷം പുതുച്ചേരി സർക്കാരിനുണ്ടാവുക. മുഖ്യമന്ത്രിയെ ആശമാർ ഔദ്യോഗിക വസതിയിൽ നേരിട്ടെത്തി കണ്ട് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി വരുന്ന വഴിയുടെ 2 വശങ്ങളിലും വരിവരിയായി നിന്ന് പൂക്കൾ വിതറിയും പുഷ്പഹാരം അണിയിച്ചുമാണ് ആശമാർ സന്തോഷം പ്രകടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ BJP ഭരിക്കുന്ന പഞ്ചായത്തും 7,000 രൂപ ആശമാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറ്റുപിടിക്കുന്നത്. അവിടുത്തെയും ആശാവർക്കർമാരുടെ വേതനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ ഒരു മാതൃക കൂടി കാണിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും കണ്ണു തുറക്കാത്തത് കേരളത്തിലെ പിണറായി ഭരണകൂടമാണ്. തൊഴിലാളികൾക്കൊപ്പമാണെന്ന് പറയുകയും എന്നാൽ തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയുമാണ് പിണറായി സ്വീകരിക്കുന്നത്. അത് ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. 40 ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കുകയാണ് നിരവധി ആശാവർക്കർമാർ. എന്നാൽ മുഖ്യമന്ത്രിയുടെ കണ്ണോ മനസ്സോ ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. അവരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന തീരുമാനമാണ് പിണറായി സർക്കാർ കാണിക്കുന്നത്. എന്നാൽ പിണറായിയുടെയും വീണ ജോർജിന്റെയും മൂട്ടിൽ പൊട്ടുകയാണ് ഇപ്പോൾ BJP ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.